യുദ്ധം നടന്നാൽ കൊണമുള്ള കുറേ ആൾ, കൊണക്കേടുള്ള കുറേ ആൾ, യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾ, നടക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾ, പിന്നെ നമ്മളാൾ ജയിക്കണമെന്ന് കുറേ ആൾ, നിങ്ങളാൾ തോക്കണമെന്ന് പറയുന്ന കുറേ ആൾ. അതുകൊണ്ട് യുദ്ധം ഒരിക്കലും ലോകത്ത് നിന്ന് പോകില്ല. ലോന് കൊടുക്കുന്നുണ്ട് യുദ്ധത്തിന്, അറിയാമോ? അടിച്ചു നോക്ക്, അതിൻ്റെ ബാക്കിൽ പോയാലേ അറിയാം. അതായത് ഇപ്പോൾ ഒരു വലിയ പെട്രോളുള്ള നാട്, അവിടെ യുദ്ധം ചെയ്തിട്ട് അവരെ വെപ്പൺസ് കുറേ തീർന്നിട്ടാകുമ്പോൾ അവർക്ക് രണ്ടാമത് വെപ്പൺസ് ആക്കണം. അപ്പോൾ പറയും ഇത്ര കൊല്ലത്തേക്ക് ഇത്ര ലോന് തരാം, പെട്രോൾ ഉണ്ടല്ലോ, അതിന് പകരം പെട്രോൾ തന്നാൽ മതി, അല്ല വേറെ എന്തെങ്കിലും ഉള്ള ആളടുത്തേക്ക് ആ സാധനം തന്നാൽ മതി പറഞ്ഞിട്ട് ആരോ ഇതിന് ലോന് കൊടുക്കുന്നു. ആരും അത് കറുത്ത കയ്യാന്ന് മുമ്പിൽ വരില്ല. അപ്പോൾ ഞമ്മ ഇങ്ങനെ ഇതിനെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ബലസ്റ്റിക് മിസൈൽ എന്നല്ല പറഞ്ഞാൽ ആകാശത്തേക്ക് പോയി ആടുന്ന് വായുമണ്ഡലത്തിൽ നിന്നെല്ലാം അളിഞ്ഞിട്ട് ആടുന്ന് ഡയറക്റ്റ് വരുന്നതാണ്. മാക്സ് സ്പീഡ് എത്ര 15, 20, 25 ഉണ്ട് എന്നല്ല പറയുന്നു. ഒരു മാക്സ് സ്പീഡിന് പറഞ്ഞാൽ 1235 കിലോമീറ്റർ സ്പീഡല്ലേ. അപ്പോൾ 15 മാക്സ് സ്പീഡ് എന്നല്ല പറഞ്ഞാൽ എത്രയായി? 20,000 കിലോമീറ്ററാണ്. അങ്ങനെയല്ല വരുന്നതിനെ തടുക്കാൻ എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പം തടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ വേണം. അപ്പോൾ അതിന് എത്രയോ ചിലവുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു 50 മില്യൻ്റെ ഒരു റോക്കറ്റ് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു 50 മില്യൻ്റെ ഇങ്ങോട്ടും വിടണം. അപ്പോൾ എത്രയായി? 100 മില്യനായി. ഈ പൈസ വേണ്ടേ? ഈ പൈസ ഇടുന്ന് ഒന്നിന് 10 എത്രയായി? കുറേ ആൾ മരിക്കും. അതിൽ മതപരമായിട്ട് ചിന്തിക്കുന്ന ആൾ അവരവരെ അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഗ്രൂപ്പോ ആ നാടോ ജയിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും. അതിൽ നമ്മളെ ആയുധം വാങ്ങുന്ന ഈ നാടാണെങ്കിൽ ആ നാടിൻ്റെ ആയുധം തീരണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അവർക്ക് ആയുധം മേടിക്കും, ഞമ്മപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് കൂടെ ആക്കാമെന്ന്. അപ്പോൾ മറ്റൊരു വേറെ അടുത്ത് നിന്ന് മേടിക്കുന്നതായിരിക്കും. ഇതെല്ലാം ഒരു കച്ചവട രീതിയിൽ, ഞാൻ ഇതെല്ലാം ഒരു കച്ചവട രീതിയിലാണ് കാണുന്നത്. ഇത് നിൽക്കില്ല. കച്ചവടം ലോകത്ത് ഉണ്ടായെന്ന് മുതലേ കച്ചവടം ഇല്ലേ? പണ്ട് പേരൊക്കെ കൊടുത്തിട്ട് മാങ്ങ മേടിച്ച്, അരി കൊടുത്ത്, മീൻ കൊടുത്ത്, തേങ്ങ മേടിച്ച്, ഇങ്ങനെ ഇന്ന് അങ്ങനെ പെട്രോൾ കൊടുത്ത് ആയുധം മേടിച്ച് ഇങ്ങനെ കച്ചവടം ഉള്ളിടത്തോളം ഈ സംഗതി നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ ആര് ജയിക്കുമോ ആര് തോക്കുന്നു. പണ്ട് ഒരു നാടിനെ തന്നെ പിടിച്ചിട്ട് വേറെ വേറെ പേരിൽ അറിയുന്നുണ്ട്. അതിനെ നാടിനെ പിടിച്ചെടുത്ത് പേര് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നാടിനെ പിടിച്ചെടുക്കുന്നില്ലല്ലോ. അവിടുത്തെ ആളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഇരുത്തുന്നു. കുറേ കഴിയുമ്പോൾ അപ്പോസിറ്റ് ശക്തിയുള്ളവന് വന്നിട്ട് ഓരോ കൊണ്ടിനെ തമ്മിൽ അടുപ്പിച്ചിട്ട് പല കാര്യത്തിലും അടുപ്പിക്കാൻ പറ്റും. അടുപ്പിച്ചിട്ട് ആടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഇരുത്തുന്നു. വേറെ ഒരാൾ വന്നിട്ട് അങ്ങനെ ആളെ മാറ്റുമെന്നല്ലാതെ ഇതിൽ ആർക്ക് ഗുണമില്ല. ഇതിൽ നഷ്ടം നമ്മളങ്ങനെ യുദ്ധത്തിൽ ഇന്നാൾ ജയിക്കണോ അല്ല മറ്റാൾ ജയിക്കണോ എന്ന് പറയുന്നത് ഞമ്മക്കേ നഷ്ടമുള്ളൂ. ഇതിൽ ആ കച്ചവടക്കാർക്ക് വലിയ ലാഭമാണ്. ഓരോരാൾ അവരവരെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും. മനുഷ്യന്മാരും അങ്ങനെ ആയിരിക്കും, യുദ്ധവും ഇങ്ങനെ ആയിരിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. തൽക്കാലത്തേക്കെല്ലാം നിൽക്കുമായിരിക്കും. വീട് നിൽക്കുമ്പോൾ വേറെ അടുത്ത് ഇറങ്ങി തുടർത്തു. കാരണം ഈനായിട്ട് ഫണ്ടിങ് ആക്കാൻ വെച്ച കുറേ കറുത്ത കൈകളുണ്ട്. അവരാ ഫണ്ട് എന്താക്കും? ഈനല്ല ഇടേണ്ടത്, അല്ലാതെ അവർ കൃഷിയാക്കാനൊന്നും കൊടുക്കുന്നില്ലല്ലോ. അവരെ ഫണ്ടിന് യുദ്ധത്തിനായിട്ടുള്ള ഫണ്ടാണ്. ഇതെല്ലാം വലിയ കഥയായിരിക്കും കളിയാ. ഞമ്മ ഇങ്ങനെ കണ്ടു നിൽക്കുക. പിന്നെ കുറേ പാവപ്പെട്ട നമ്മളങ്ങനത്തെ മനുഷ്യന്മാരാണ് മരിക്കുന്നത് അല്ലേ. അതിലും പെട്ട് ഞമ്മ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ പോവും. അപ്പോൾ ഓക്കെ, ആർബി ഫോളോ മീ.